അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇനിയിപ്പം വീട്ടിനകത്ത് കയറി ഇരിക്കാൻ പറ്റില്ലല്ലോ, നമ്മളെന്തായാലും പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഈ കാണുന്നത് കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ജഡായിപ്പാറയാണ്, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണുന്നതാണ്. പക്ഷേ ഇതൊരു പരമാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഇതിൻ്റെ പുറത്തേക്ക് പോയിട്ടില്ല. അതല്ലെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ടൊന്നും വല്ല സമയം കിട്ടാറില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ അങ്ങോട്ട് പോകാൻ മടി, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് നടക്കും, അതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ NH വഴിയാണ് പോയത്. അവിടെ ഇപ്പോൾ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ചൂടും പിന്നെ പൊടിയും പിന്നെ ഈ ഒരു കാലാവസ്ഥ എല്ലാം കൂടെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ആവാൻ നല്ല ബുദ്ധിമുട്ടാണ്. പൊടിയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൊടിയാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിവേ നമ്മളത് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കില്ല. അപ്പം ഞങ്ങളിന്ന് പോകുന്നത് കുറച്ച് ഫുഡ് അടിക്കാനാണ് ആദ്യമേ. ഇത് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു കടയാണ് ഞങ്ങൾ പോകുന്നത്. കടയുടെ പേര് നാടൻ കടയും വീട്ടിലെ ഊണും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇത് കുറച്ച് കുടുംബശ്രീ ചേച്ചിമാരൊക്കെ ചേർന്നിട്ട് നടത്തുന്നതാണ്. പണ്ട് വന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. എനിക്ക് പൊതുവെ ഇങ്ങനെ മീൻ വിഭവങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാത്തതാണ്. പക്ഷേ ഇവിടുത്തെ മീനിൻ്റെയൊക്കെ ടേസ്റ്റ് അടിപൊളിയാണ്. കാരണം ആ ഉളുമ്പ് മണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ടല്ലോ, ഇതിനില്ല. അതുകൊണ്ട് നമുക്ക് നല്ല കഴിക്കാൻ തോന്നും. ആരെങ്കിലും ഈ ട്രിവാൻഡ്രം പിന്നെ ഈ ഒരു സൈഡൊക്കെ ആൾക്കാർ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആവശ്യത്തിന് അവിടുന്ന് കഴിച്ചു. അപ്പം അത്രയേ ഉള്ളൂ.